നമ്മുടെ പ്രാരംഭ വിചിന്തനത്തിന് ആധാരമായി യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിക്കാം. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നിന്റെ കാലും വരണ്ടു പോകാതെ വണ്ണം തൊണ്ടയും സൂക്ഷിച്ചുകൊള്ളുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രവാചകനായ യിരെമ്യാവിന്റെ വാക്കുകൾ വളരെ ഘനഗാംഭീര്യമേറിയതായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പാപത്തെ വ്യക്തമായി വരച്ചു കാട്ടിക്കൊണ്ട് മുഖത്തു നോക്കി മുഖം നോക്കാതെ ദൈവം നൽകിയ അരുളപ്പാട് ഒട്ടും മറച്ചു വെക്കാതെ അതിന്റെ പൂർണ്ണ ഗാംഭീര്യത്തോടുകൂടി അറിയിച്ച ബലപ്പെട്ട പഴയ നിയമ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. അദ്ദേഹത്തിന്റെ ശബ്ദം ആ ഒരു കാലഘട്ടം കൊണ്ട് അവസാനിച്ചില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ജയത്തോട് നടത്തുവാനും ഈ ശബ്ദം ഇന്നും ഉപകരിക്കപ്പെടുന്നുണ്ട്. ആ ശബ്ദം ഇന്നും ഈ ലോകത്തിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായൊരു വസ്തുതയാണ്. ഇവിടെ അദ്ദേഹം ഓർപ്പിക്കുന്ന വസ്തുത ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നിന്റെ കാലും വരണ്ടു പോകാതെ വണ്ണം തൊണ്ടയും സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ്. നമുക്കറിയാം, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിച്ചില്ലെങ്കിൽ അത് കൈമോശം വന്നുപോകും. അത് കൈമോശം വന്നുപോയിട്ട് അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, സങ്കടമായി പോയല്ലോ എന്ന് പറഞ്ഞ് പരിഭവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് അതിൻ്റെതായ ഗൗരവത്തോടുകൂടി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ നാം സൂക്ഷിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ 2 കാര്യങ്ങൾ ഇവിടെ യിരെമ്യാവ് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആ കാര്യങ്ങളാണ് ചുരുക്കമായി ചിന്തിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കാൽ സൂക്ഷിക്കണമെന്നുള്ളതാണ്. 2, നമ്മുടെ തൊണ്ട സൂക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കാലും നമ്മുടെ തൊണ്ടയും നാം സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷ്മതയോടുകൂടിയ ഒരു ജയജീവിതം ഈ ലോകത്തിൽ നയിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കാല് സൂക്ഷിക്കേണ്ടത്? ഇവിടെ വായിക്കുന്നു, ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നിന്റെ കാൽ സൂക്ഷിക്കുക. നമ്മുടെ കാലിൽ എപ്പോഴും ചെരുപ്പുണ്ടായിരിക്കണം. ആ ചെരുപ്പ് ഊരിപ്പോകാതെ നമ്മുടെ കാല് സൂക്ഷിക്കണം. ഈ ചെരുപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ അതിന്റെ മുമ്പ് മുതലുള്ള വാക്യങ്ങളിൽ സർവായുധ വർഗത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദൈവം തന്റെ ജനത്തിന്റെ ആത്മീക സംരക്ഷണത്തിനു വേണ്ടി ശത്രുവിൽ നിന്ന് രക്ഷ നേടുവാനും ശത്രുവിനോട് പോരാട്ടം നടത്തുവാനുമായി ഒരു സർവായുധ വർഗം ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് നൽകും. അതിലുള്ള ഒരു ആയുധമാണ് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചെരുപ്പ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ചെരുപ്പിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് നമ്മളിവിടെ കാണുന്നു. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എന്നാണ് നമ്മൾ വായിക്കുന്നത്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, അത് ആണ് നമ്മുടെ കാലിൽ ധരിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ചെരുപ്പ് ഊരിപ്പോകാതെ വണ്ണം നിന്റെ കാൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, നാം ഈ ചെരുപ്പിട്ടുകൊണ്ട് സുവിശേഷ രണാങ്കണത്തിലേക്ക് ഇറങ്ങി ഈ സുവിശേഷം അറിയിക്കുവാൻ പ്രതിജ്ഞാബദ്ധരായി തീരണം. ആ കാര്യം വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ദേശിക്കുന്നത്. ആ ചെരുപ്പ് നമ്മുടെ കാലിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് പാടുള്ളതല്ല. ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഇനി ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഈ ചെരുപ്പ് നമ്മൾ നമ്മുടെ ഈ ആയുസ്സിൽ ഇട്ടേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ദൈവം നമ്മെ രക്ഷിച്ചു, അവന്റെ മക്കളാക്കി തീർത്തു. ഏതൊരു സുവിശേഷത്താൽ നാം രക്ഷിക്കപ്പെട്ടുവോ ആ സുവിശേഷത്തിന്റെ ഗാംഭീര്യം ഒട്ടും കുറയാതെ മറ്റുള്ളവരിലേക്ക് പരത്തുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പിടണം എന്നുള്ളതിന്റെ 2-3 ആശയങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പ് ഇടണം? ഒന്നാം നമുക്കറിയാവുന്ന ചില വാക്യങ്ങളാണ്. ഒന്ന്, പ്രവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, വേറെ ഒരു രക്ഷാമാർഗവുമില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പിടണം? അതിന് ഒന്നാമത്തെ കാരണം, വേറെ ഒരു രക്ഷാമാർഗവും ഇല്ല എന്നുള്ളതാണ്. നാം ആ വാക്യത്തിൽ വായിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ എത്രയോ പ്രസംഗങ്ങളുണ്ട്. പ്രചണ്ഡവാദങ്ങൾ മുഴക്കിയുള്ള എത്രയോ പ്രസംഗങ്ങൾ, ആശയങ്ങൾ, ആശയ സംഹിതകളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ ഒരു പാപിയെ രക്ഷിക്കുവാൻ
ഈ സന്ദേശമല്ലാതെ വേറെ ഒരു സന്ദേശവുമില്ല. പാപമോചനത്തിനു വേണ്ടി എത്രയോ കർമ്മപദ്ധതികൾ ആളുകൾ അവലംബിക്കുന്നുണ്ട്, എത്രയോ രീതിയിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ ആളുകൾക്കുണ്ട്. പക്ഷേ ഇന്നു പകല് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാൻ കഴിയുന്ന ഒരു വസ്തുത, ഒരു പാപിയെ രക്ഷിക്കുവാൻ ഈ സന്ദേശമല്ലാതെ വേറെ ഒരു സന്ദേശവുമില്ല. കർത്താവായ യേശുക്രിസ്തു എന്ന ഏകരക്ഷിതാവല്ലാതെ പാപമോചനം നൽകുവാൻ അധികാരമുള്ള വേറെ ആരും ലോകത്തിലില്ല. അതുകൊണ്ട് ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ ചെരുപ്പ് നമ്മൾ ഇടാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ലോകത്തിലുള്ള ഒട്ടനവധി മതങ്ങൾ, അവരിലൂടെയൊക്കെ പാപമോചനം ഉണ്ടാകുമായിരുന്നുവെങ്കിൽ, അതിന്റെ ഭക്തന്മാർക്ക് ഒരു സ്വർഗം കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ ഈ സുവിശേഷത്തിന് ഇത്രയധികം വില കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ലോകത്തിലുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവന് രക്ഷപ്പെടുവാൻ ഈ മാർഗം ഒന്നല്ലാതെ മറ്റൊന്നില്ലാത്തത് കൊണ്ട് ഏതൊരു വിശ്വാസിയും അടിയന്തര പ്രാധാന്യമായി ഈ ചെരുപ്പ് ഇട്ടേ മതിയാവുകയുള്ളൂ. വേറെ ഒരു രക്ഷാമാർഗവുമില്ല. അതുകൊണ്ട് നാം ഈ ചെരുപ്പ് ഇടണം എന്ന് നാം കാണുകയാണ്. രണ്ടാമത്തെ ആശയം കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 16-ാം വാക്യമാണ്. അവിടെ പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അങ്ങനെയാണ് താൻ അവിടെ ഓർപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ചെരുപ്പിട്ടുകൊണ്ട് നാം വെളിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമ്മൾ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ആളുകളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, സഹോദരന്മാരോട് പ്രാർത്ഥനയ്ക്കായിട്ട് പറയുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അതിൽ ഞാനൊരു പ്രശംസ കണ്ടെത്തുവാനായിട്ട് പറയുക എന്ന് പറയുന്നത് അത് നിയമലംഘനമായ ഒരു കാര്യമാണ്. ഞാൻ ഇത്രമാത്രം സുവിശേഷ വേല ചെയ്തതുകൊണ്ട്, ഞാൻ അവിടെ പോയതുകൊണ്ട്, ഇവിടെ പോയതുകൊണ്ട്, ഇത്ര വീട് കയറിയതുകൊണ്ട്, ഇത്ര ലഘുരേഖ കൊടുത്തതുകൊണ്ട്, ഇത്ര പരസ്യയോഗങ്ങൾ നടത്തിയതുകൊണ്ട്, ഇത്ര കൺവെൻഷനിൽ പ്രസംഗിച്ചതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഞാനൊരു വലിയ ആളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ അധ്വാനിക്കുന്നയാളാണ്, അങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടി നാം പ്രചരിപ്പിച്ചാൽ അത് നിയമലംഘനമാണ് എന്ന് വളരെ പ്രത്യേകമായി നമ്മൾ ഓർത്തുകൊള്ളണം. ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. എന്താ കാര്യം എന്നറിയാമോ? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ നിർബന്ധം, പാപിക നരകത്തിലേക്ക് പോകുമെന്നുള്ള ആ വലിയ ആഹ്വാനം എന്നിൽ കിടക്കുന്നതുകൊണ്ട് ഞാനിതെങ്ങനെ ചെയ്യാതിരിക്കും? നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചു. ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമോ, ഞാൻ വിശ്വസ്തന, ഞാൻ ഈ മാസം കിട്ടിയ ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ടടച്ചു, അല്ലെ ഫോൺ ബില്ല് അത് ഞാൻ അടച്ചു, നമ്മുടെ പിള്ളേരുടെ ഫീസ് കൊടുത്തു. ഇതൊന്നും നാം പറഞ്ഞ് പ്രശംസിക്കുകയില്ല. നമ്മൾ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്, എങ്കിലും നമ്മളതിൽ പ്രശംസിക്കുകയില്ല. എന്നാ കാര്യം? ഇതെന്റെ ഉത്തരവാദിത്തം. പിള്ളേർക്ക് ഞാൻ ഫീസ് കൊടുത്തില്ലെങ്കിൽ അവരെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഇരുട്ടിൽ തമസോമാ ജ്യോതിർഗമയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. എന്താ കാര്യം? നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം അത് ചെയ്തേ പറ്റുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവൽ ഘടകമായ ഒരു വസ്തുതയാണ് ഏതൊരു വിശ്വാസിയും ഈ ചെരുപ്പിട്ടുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ദൈവസ്നേഹത്തിന്റെ സന്ദേശം അറിയിക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ കടപ്പാടാണ്. തുടർന്ന് പൗലോസ് പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് ഇത്രയും ആരോഗ്യം തന്നിട്ട്, ഇത്രയും കഴിവ് തന്നിട്ട്, ഇത്രയും സമയം തന്നിട്ട്, ഇത്രയും എല്ലാവിധമായ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നിട്ട് അത് മുഴുവനും ഞാൻ എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണല്ലോ. ആ സമയം മുഴുവനും എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വിനിയോഗിക്കുകയാണല്ലോ. എനിക്ക് കിട്ടിയ പണത്തിന്റെ ഹിംസഭാഗവും ഞാൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണല്ലോ. എന്റെ കഴിവുകൾ, എന്റെ സാമർഥ്യം, എന്റെ ബലം അതൊക്കെ ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും കേരള ഗവൺമെന്റിനും ഇന്ത്യ ഗവൺമെന്റിനും ഒക്കെ ചെലവഴിക്കുകയാണല്ലോ. അതൊക്കെ എന്റെ പറമ്പിലും വീട്ടിലുമായി ചെലവഴിക്കുകയാണല്ലോ. എന്റെ കാര്യം കഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പകലിൽ വളരെ വ്യക്തമായിട്ട് ഓർക്കണം, നാം സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യം കഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ സുവിശേഷകന്മാർക്ക് ധാരാളം പണം കൊടുക്കുന്നുണ്ടാകാം, സഭയുടെ ആത്മീകമായ പുരോഗതിയിൽ നാം വളരെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടാകാം, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ടാകാം, പലരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതെല്ലാം ആവശ്യമാണ്, വളരെ നല്ല കാര്യവുമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ
ഈ ചെരുപ്പിട്ടുകൊണ്ട് നാം വെളിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് അത്യാവശ്യമായ കാര്യമാണ്. അങ്ങനെ പോകുന്നില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്തുകൊണ്ട് നാം ഈ ചെരുപ്പിടണം? 2 കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർപ്പിച്ച് 3-ാമത്തെ ആശയത്തിലേക്ക് വരികയാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. റോമർ 1:14. അവിടെ പൗലോസ് പറയുന്നത് നാം കടക്കാരാണ് എന്നുള്ളതാണ്. കടക്കാരാണ് എന്നുള്ളതാണ്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിമാന്മാർക്കും ബുദ്ധിഹീനർക്കും അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും ഞാൻ കടക്കാരാണ്. കടക്കാരനാണെന്ന് പറഞ്ഞാൽ അവരോടൊക്കെ പൗലോസ് എന്തെങ്കിലും പണം കടം വാങ്ങുകയോ അല്ലെങ്കിൽ അവരുടെ കടകളിൽ നിന്ന് പോയി സാധനം വാങ്ങുകയോ ഒന്നും ചെയ്തിട്ടല്ല അദ്ദേഹം കടക്കാരനാണെന്ന് പറയുന്നത്. താൻ സുവിശേഷ നിമിത്തം കടക്കാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കിതുവരെ ഈ സുവിശേഷം കൊടുത്തിട്ടില്ല, അവരോട് ഞാൻ വ്യക്തമായി സുവിശേഷം പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഞാൻ അവർക്ക് കടക്കാരാണ്. ഒരുപക്ഷെ ഞാൻ എല്ലാവരെയും കൃത്യമായിട്ട് അറിയുകയില്ലായിരിക്കാം, എങ്കിലും ഞാൻ അവരോട് സുവിശേഷം അറിയിക്കേണ്ടതാകയാൽ ആ കടം എന്നിൽ തന്നെ കിടക്കുകയാണ്. എന്നെ കർത്താവ് സുവിശേഷം വരവേൽപ്പിച്ചു. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്കത് കൈമാറാനായി. ഞാനത് കൈമാറുന്നില്ലെങ്കിൽ അത് കൈമാറുന്നത് വരെ ഞാൻ അവർക്ക് കടക്കാരാണ് എന്നാണ് പൗലോസ് ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ചുറ്റുപാടുമുള്ള എത്രയോ ആളുകൾക്ക് കടപ്പെട്ടവരാണ്. നാം ഈ സുവിശേഷം അവർക്ക് കൈമാറിയിട്ടുണ്ടോ? സുവിശേഷം കൈമാറുക, ഇപ്പൊ സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രാക്ട് കൊടുക്കുന്നതോ ഒരു പരിശോധന നടത്തുന്നതോ അതുകൊണ്ട് മാത്രമായില്ല എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, ഞാൻ എറണാകുളം മുതൽ ആലപ്പുഴ വരെ ഒരു ദിവസം കൊണ്ട് സുവിശേഷീവൽക്കരിച്ചു എന്ന്. എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹം ഒരു വാഹനത്തിന്റെ മുകളിൽ 2 ബോക്സൊക്കെ വെച്ച് കെട്ടി കുറെ ലഘുലേഖകളൊക്കെ എടുത്തു. ഹൈവേയിലൂടെ ഇങ്ങനെ വാക്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി ലഘുലേഖകളും കൊടുത്തു. അദ്ദേഹം വിചാരിക്കുന്നത് എറണാകുളം മുതൽ ആലപ്പുഴ